ഇന്ന് ബാങ്കെ ബിഹാരിയിലെ വേറൊരു കഥ കേൾക്കാം. മധുരയിൽ നിന്ന് വൃന്ദാവനിലേക്കുള്ള ട്രെയിനിൽ ഒരു ടിക്കറ്റ് കളക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹം എപ്പോഴും വൃന്ദാവനിലെത്തുമ്പോൾ ബാങ്കെ ബിഹാരി ക്ഷേത്രം പോയിട്ട് സന്ദർശിക്കും. അത് ഒരു പതിവ് ശീലമായിരുന്നു. ദിവസവും ജോലിക്ക് പോകുമ്പോൾ മധുരയിൽ നിന്ന് വൃന്ദാവനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വൃന്ദാവനിലിറങ്ങി ഭഗവാനെ തൊഴുത് പിന്നെയാണ് തിരിച്ച് മധുരയിലേക്കുള്ള മടക്കം. അപ്പം അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ബാങ്കെ ബിഹാരി ക്ഷേത്രത്തിൽ പോയി തൊഴുകുമ്പോൾ അന്ന് അവിടെ എന്തോ ഒരു കാരണത്താൽ ക്ഷേത്രം അടച്ച് കുറച്ച് നേരം അവിടെ നിൽക്കേണ്ടതായിട്ട് വന്നു ഭഗവാനെ കാണാൻ വേണ്ടി. ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹം അവിടെ കാത്തിരിക്കുകയാണ്. അപ്പോഴേക്കും അവരുടെ ആ ട്രെയിന്, അദ്ദേഹം ടിക്കറ്റ് കളക്ടർ ആയിരുന്നു, അപ്പോൾ ആ ഒരു ട്രെയിന്, അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയിലുള്ള ആ ട്രെയിന് മധുരയിലേക്ക് തിരിച്ച് പുറപ്പെട്ടു. അപ്പോൾ ട്രെയിന് പോയത് അറിഞ്ഞിട്ട് അദ്ദേഹം ഭയങ്കരമായിട്ട് വിഷമമായി അദ്ദേഹത്തിന്. കാരണം ഞാനില്ലാണ്ട് ട്രെയിനിൽ പോയി കഴിഞ്ഞാൽ എന്തായാലും അവിടെ എത്തുമ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ തന്നോട്